ഞങ്ങക്ക് പൈസ ഇല്ലാത്തോണ്ടല്ലേ ചോദിക്കുക, അല്ലേ വലിയ സർപ്രൈസ് തരും. അങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ്. നിങ്ങളെ ഇവിടെ വന്ന് സീരിയസ്ലി പറയാലോ, ഒറ്റ നിങ്ങളെ ഇവിടെ വന്നിരുന്ന് കാണുന്ന ഈ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലിയ നിങ്ങളെ മനസ്സിലായത്, നിങ്ങളെ ഗിഫ്റ്റ്. അതിൻ്റെ ഈ ഒരു ടൈമിലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓപ്പണായിട്ടൊരു കാര്യം പറയാം, ഞാൻ എൻ്റെ സ്ട്രീമിങ് കരിയർ തുടങ്ങിയിട്ട് തന്നെ ഈ ജൂലൈയിൽ 1 ഇയർ ആവണുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ജൂലൈയിൽ 1 ഇയർ ആയിട്ടുള്ളൂ. ഈ ഒരു 1 ഇയറിൽ എനിക്ക് ഇത്രയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ ഓരോരുത്തർക്കും എനിക്ക് എങ്ങനെ താങ്ക്സ് പറയണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾക്ക് വേണ്ടി എങ്ങനെ എന്തെല്ലാം ചെയ്തു തരാൻ കഴിയണമൊക്കെ ഞാൻ മാക്സിമം, ഞാൻ റെക്കന് സൈഫർ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ മാക്സിമം ഞങ്ങൾ നോക്കാറുണ്ട്. ഇത് MRG അങ്ങനെ ഈ പറയുന്ന പോലെ നിയാദിൻ്റെ ഒക്കെ ഒപ്പം നടന്ന് അങ്ങനെ അറിഞ്ഞു വന്നതാണെന്നുണ്ടെങ്കിലും സ്റ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇത്രയും പേര്, ഈ ഒരു 3500-4000 പേര്, അതിൽ റെഗുലറായിട്ട് വരുന്ന ഒരു 2500 ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഫാമിലി ഗ്രൂപ്പ്സിലുള്ള ആൾക്കാർ. ഇത്രയും അതൊരു ഇത് നമ്മളൊരു ഫാമിലി ആണ് ഓൾറെഡി, മനസ്സിലായത്. നമ്മളൊരു കോർ ഓഡിയൻസ് ഉണ്ട്, ഒരു 2500-2600 ആൾക്കാർ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഞാൻ പറയുന്നില്ല, ബാക്കിയുള്ള ആൾക്കാർ എന്നാലും സ്റ്റിൽ ഞാൻ പറയട്ടെ, ഇപ്പം ഈ ഇത്ര ഒരു വാച്ചിങ് പുൾ ഔട്ട് ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കുറേ പേർക്കൊന്നും ഇന്നെ സ്റ്റിൽ അറിയില്ല, അതെനിക്കറിയാം. എന്നാലും ഇന്ന് കേരളത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സ്ട്രീമേഴ്സിലെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 3 നിൽക്കാനും അതും 1 ഇയർ കൊണ്ട് എനിക്ക് പറ്റുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ എന്താ പറയുക ക്രെഡിറ്റും അതിലെ എല്ലാ താങ്ക്സും അത് നിങ്ങൾക്ക് മാത്രമാണ്. അത് സ്റ്റിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. ഓൾവേസ് സ്നേഹം മാത്രം എല്ലാവരോടും, നമ്മളല്ലാതെ പിന്നെ ആരും ചെയ്യിക്കുക, അത്രേ ഉള്ളൂ. പിന്നല്ല ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമോഷണലാവും. അത് നമ്മളെ ഒരു ക്യാരക്ടറിന് പറ്റുന്ന സംഭവമല്ല ഈ ഇമോഷണൽ. നമുക്ക് എല്ലാ വോയിസിലും ഉള്ളൊരു വീക്ക് ഒരു പോയിന്റ് ഉള്ള പോലെ നമുക്കൊക്കെ ഉണ്ട്. അപ്പം കുറേ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. ഡാഡുവിനെ വിളിക്കുക. ബിലാല് പറ. എന്ത് ബിലാലിനാ? പറ. അത് മെറ്റക്ക് പോയതപ്പോ